my channel. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണി ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? അതും ചെമ്മീൻ ബിരിയാണി ആണെങ്കിലോ ഒന്നും പറയാനില്ല. അത്ര ടേസ്റ്റി ആയിട്ടൊരു ബിരിയാണിയാണ് ചെമ്മീൻ ബിരിയാണി. അപ്പോൾ നമുക്ക് ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അര നാരങ്ങ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മസാലയിലേക്ക് 200 ഗ്രാം ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ചെമ്മീൻ ഇപ്പം മസാലയിൽ നല്ലോണം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. ബിരിയാണിയിലേക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഹോൾ സ്പൈസസ് ആയിട്ട് 1 ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, 3 ഏലക്കായ, ഒരു ചെറിയ സ്റ്റാർ അനൈസ്, പിന്നെ ജാതിപത്രി, പിന്നെ ഒരു ബേ ലീഫ്. ഇനി ഇതെല്ലാം ആ ഗീയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി സ്പൈസസ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. നല്ലോണം കഴുകി ഒരു 20 മിനിറ്റോളം സോക്ക് ചെയ്ത് വെച്ച റൈസാണ്. ബാസ്മതി റൈസാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇതിന് നല്ലോണം ഈ ഗീയിലിട്ട് നല്ലോണം വറുത്തെടുക്കാം. റൈസിലേക്ക് ഇനി 2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് എടുക്കുന്നത്. കൂടുതൽ റൈസ് എടുക്കുകയാണെങ്കിൽ അതിന് ഡബിൾ ആയിട്ട് വെള്ളം എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. റൈസ് കുക്ക് ചെയ്യുമ്പം ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം. പിന്നെ അതിലേക്ക് നാരങ്ങ നീര്. അപ്പം അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കിയിട്ട് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് കുക്ക് ആവാൻ തുടങ്ങിയിട്ട്. ഇത് തുറന്നു നോക്കാം. ഞാനൊരു ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് കുക്കായിട്ടുണ്ടോ എന്ന്. റൈസ് ഒട്ടിപ്പിടിക്കാതെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടേബിൾ സ്പൂൺ നെയ്യ്. അതിലേക്ക് ഒരു 5 കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. കാഷ്യൂ നട്ടിൻ്റെ കളർ മാറുമ്പോൾ അതിലേക്ക് ഒരു 10 ഉണക്ക മുന്തിരി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കാഷ്യൂം റേസിൻസും ഇപ്പം വറുത്തെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. സെയിം ഓയിലിൽ തന്നെ ഒരു സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ബിരിയാണിയിലേക്ക് വറുത്തെടുക്കുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ ഈ സവാള നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം. സവാളയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റാണ്. ഇനി മാരിനേറ്റ് ചെയ്ത പ്രോൺസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആ സെയിം ഓയിലിൽ തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്. ഒരു സൈഡ് കുക്കായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. പ്രോൺസ് ഇപ്പം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി സെയിം പാനിൽ തന്നെ 1 ടേബിൾ സ്പൂണും കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ സവാള ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 5 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, പിന്നെ 4 പച്ചമുളകും ഒന്ന് ചെറുതായി ചതച്ചതാണ്. അത് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. സവാള നല്ലോണം ഇത് കുക്കായി വരുമ്പോൾ അതിലേക്ക് ഇനി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം.
ഈ മസാലയിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മസാലയിൽ പച്ചമണമൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം തക്കാളിയും സവാളയൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ പകുതി മസാല മാറ്റി വെക്കുകയാണ്. റൈസ് ഒന്ന് ലെയർ ചെയ്തെടുക്കാനാണ്. ഈ മസാലയുടെ മേലെ പകുതി റൈസ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മേലെ കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂം റൈസിൻസും ചേർത്ത് കൊടുക്കാം. ബിരിയാണിയിൽ നല്ല കളറിനായിട്ട് കുറച്ച് നാരങ്ങ നീരിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ബിരിയാണി മസാല ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. കുറച്ച് മസാല ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മേലെ റൈസ് ചേർത്ത് കൊടുക്കാം. റൈസിൻ്റെ മേലെയായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ ആൻഡ് റൈസിൻസും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ബിരിയാണി മസാല സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാനത് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടിയിൽ ഒരു പാന് വെച്ചിട്ടുണ്ട്. ദോശയുടെ പാന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് ഈ പാത്രം വെച്ചിട്ടുള്ളത്. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പം ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടൊരു ചെമ്മീൻ ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ടും കാണാം. അതുവരേക്കും ബൈ.